അപ്പോഴേ നമുക്ക് എൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്തുള്ള കുറച്ച് കൃഷിസ്ഥലം കണ്ടാലോ? ഞങ്ങൾക്കൊരു ചെറിയ ഭാഗം കൃഷി സ്ഥലമുണ്ട് കേട്ടോ. അവിടെ പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം ഞാനിപ്പോൾ ഇറങ്ങിപ്പോകുന്നത്, ഞാൻ വല്ലപ്പോഴും ഇവിടെ ഇറങ്ങാറുള്ളൂ, ഇറങ്ങിപ്പോകുന്നത് കുറച്ച് കാന്താരി പറിക്കാനാണ്. കഴിഞ്ഞ ആഴ്ച കുറേ പറിച്ചു. അത് ഞാൻ ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പറമ്പിൽ വെറുതെ ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ ഇത് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി നട്ടിട്ട് തനിയെ കിളുത്ത് വന്നതാണ് ഇങ്ങനെ. അപ്പോൾ എല്ലാ വർഷവും ഇതിങ്ങനെ ഉണ്ടാവും, കാരണം ഇതിൻ്റെ ചെറിയ അരികൾ വീണ് അത് തനിയെ കിളുക്കുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഇഞ്ചിയൊക്കെ നടുമ്പോൾ അതിന് പിന്നെ ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു കൂവ പോലിരിക്കുന്നില്ലേ, അത് പറയുന്നത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളും അല്ല, അതിന് മേലെ ഏതോ ഒരു ഐറ്റമാണെന്നാണ് പറയുന്നത്. എന്തായാലും ആ സാധനം അവിടെ ഒരു ഇഞ്ചിയുടെ കണ്ടം ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതും വളർത്തുന്നുണ്ട്. അപ്പോൾ കുറേ കാന്താരിയുണ്ട്. അപ്പോൾ ഇതങ്ങ് പറിച്ചെടുത്താലേ, എനിക്ക് തോന്നി ഇന്ന് നെല്ലിക്കയുണ്ട്, കുറച്ച് നെല്ലിക്ക. അപ്പോൾ ആ നെല്ലിക്ക അതിൻ്റെ അകത്ത് ഇടാമെന്ന് വിചാരിച്ചു. നെല്ലിക്കയ്ക്കകത്ത് ഈ കാന്താരി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ. വലിയ പാനൊന്നുമല്ല, എന്നാലും ഇത് കാണാൻ വെറുതെ കളയുകയും വേണ്ടല്ലോ. അങ്ങനെ പറിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കാപ്പിയൊക്കെ കായ്ച്ചു നിൽക്കുന്നു. ചില ഇത് പഴുത്തിട്ടുമുണ്ട്. ഇത് കാവേരിയാണേ, കാവേരി. ഇതിപ്പോൾ 5-6 വർഷമായി ഈ തൊടിയിലിങ്ങനെ ഉണ്ട്. അപ്പോൾ അന്ന് സനീട്ടനൊരു മോഹം, ഈ കാവേരി കണ്ട്, ഞങ്ങൾ ഇടുക്കിക്കാരായതുകൊണ്ടേ നമുക്ക് ഈ കൃഷിയോട് വലിയ താല്പര്യമാണല്ലോ. അപ്പോൾ ഈ കാവേരി കാപ്പിത്തൈ നല്ലതായി, മുകളിൽ എരമ്പൊക്കെ ഉണ്ടെങ്കിലും, അതായത് ഇലച്ചിലകളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും ഈ കാവേരി കാപ്പിത്തൈ അതിനിടയിൽ കൃഷി ചെയ്യുന്നത്. അപ്പോൾ റബ്ബർ തോട്ടത്തിലൊക്കെ ഇത് നടാറുണ്ട്. അപ്പോൾ ഒരിടവേളയായിട്ടത് വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കാപ്പിപ്പൊടി അതിൽ നിന്ന് വേണേൽ എടുക്കാം. പക്ഷേ നമ്മൾ അത്രയും കുറേ നിറച്ച് വെച്ചിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉള്ളൂ. പിന്നെ കാച്ചിൽ, ചേന, ചേമ്പ്, കപ്പ, എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. റംബുട്ടാൻ, പിന്നെ പുളിയുണ്ട്. എല്ലാ വർഷവും പുളി കായ, വലിയൊരു മരമുണ്ട്, പുളിയുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും കൂടിയുണ്ട്. അപ്പം ഞാനിങ്ങനെ വല്ലപ്പോഴും ഇറങ്ങി ഇങ്ങനെ നോക്കും. അപ്പോൾ ഈ കാന്താരിയൊക്കെ പറിക്കേണ്ട സമയം വരുമ്പോൾ അവിടെ ഇറങ്ങുക, കാന്താരിയൊക്കെ പറിക്കുക. അതൊന്നും വലിയ കാര്യമായിട്ട് ഞാൻ നഷ്ടപ്പെടുത്താറില്ല കേട്ടോ. പിന്നെ ഞങ്ങളെ സഹായിക്കാൻ സോളമൻ ചേട്ടനുണ്ട്. സോളമൻ ചേട്ടൻ വന്ന് കറക്റ്റായിട്ട് വാഴ, ഇഞ്ചി, ഇതെല്ലാം സോളമൻ ചേട്ടൻ ചെയ്യുന്നതാണ്. പണ്ട് തൊട്ടേ ഉള്ളതാണ്, അച്ചാച്ചനുള്ളപ്പോൾ തൊട്ടേ ഉള്ളതാണ്. പിന്നെ സോളമൻ ചേട്ടന് അവിടെ കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അച്ചാച്ചൻ വലിയ കൃഷിക്കാരനായിരുന്നു, ഇടുക്കിക്കാരായതുകൊണ്ട് നല്ല കൃഷിക്കാരാണല്ലോ. അങ്ങനെ കുരുമുളകും ഒക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇവിടെയെല്ലാം കുരുമുളകൊക്കെ ഉണ്ട്. പിന്നെ വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇതൊക്കെ മാറ്റി, ഇപ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ കാന്താരി പറിച്ചു കൊണ്ടുപോവുക. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ കോഴിക്കൂട് വെച്ചിരിക്കുന്നത്, വെളിയിലാണ്. അപ്പം നിറച്ച് നേരത്തെയൊക്കെ 10-15 കോഴികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 2 ഉള്ളൂ. ഇതൊക്കെ സനേട്ടൻ്റെ ഹോബിയാണിത്, കോഴി വളർത്തൽ.